പാലക്കാട് ജില്ലയിലെ പുതുനഗരം ഗ്രാമത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഭൂപ്രകൃതി വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു പഞ്ചായത്താണ് പുതുനഗരം. പുതുനഗരം പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി പ്രസിഡന്റ് സുധീറ ഇസ്മായിൽ ഉണ്ട്. സ്വാഗതം സുധീറ. പുതുനഗരം പഞ്ചായത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ചെറിയൊരു പഞ്ചായത്താണ്. ആ ഒരു ഭരണ കാലയളവിൽ ഈ പഞ്ചായത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പ്രത്യേകതകൾ, പഞ്ചായത്തിൻ്റെ വികസനം, മുന്നേറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ ഒരു 5 വർഷക്കാലത്തേക്ക് എങ്ങനെ വിലയിരുത്താം? ചെറിയ പഞ്ചായത്താണ്. 9.9 ചതുരശ്രടി മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിനുള്ളത്. എന്നാൽ ഈ വിസ്തൃതിയിൽ വെച്ചിട്ട് കുറച്ച് കൃഷിയും അതുപോലെ തന്നെ മറ്റു മേഖലകളിലേക്കും ആരോഗ്യം, വിദ്യാഭ്യാസം, വഴിവിളക്കുകൾ, ഇതൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിക്ക് ഈ 5 വർഷ കാലയളവിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ സുധീറ, പുതുനഗരം പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെ മാലിന്യ നിർമ്മാർജ്ജനമാണ്. വളരെ കൃത്യമായ രീതിയിൽ ബയോ ബിന്നുകൾ, അതുപോലെ തന്നെ മിനി MCFകൾ, അതും പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും മിനി MCF കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ നൂതനമായ രീതിയിൽ പദ്ധതികളായിട്ടുള്ള ബൊക്കാഷി ബക്കറ്റ് പോലുള്ള പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ പദ്ധതികൾ എന്താണ്? ഈ പദ്ധതികൾ എങ്ങനെയാണത് നടപ്പിലാക്കി വരുന്നത്? മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഇത്ര വലിയ ഒരു മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന രീതിയിൽ അത്തരത്തിലൊരു നേട്ടത്തിലേക്ക് ഈ പദ്ധതികൾ എങ്ങനെയാണ് നടപ്പിലാക്കാൻ സാധിക്കുന്നത്? ഞങ്ങൾ വീടുകളിലേക്ക് ബൊക്കാഷി ബക്കറ്റ് അതുപോലെ തന്നെ ബയോ ബിന്നും കൊടുക്കുന്നുണ്ട്. ബയോ ബിന്നിൽ നമ്മൾ അടുക്കള മാലിന്യം വെള്ളമില്ലാതെ പിഴിഞ്ഞിട്ടിട്ട് 2 ദിവസം കൂടുമ്പോൾ ചകിരിച്ചോറിൽ ഇനോപ്പൊല്ലം ചേർത്ത് ഇട്ട് അതൊന്ന് ഇളക്കി കൊടുത്താൽ 3 തട്ടുകളായിട്ടാണ്. ആദ്യത്തെ തട്ട് എന്ന് പറയുമ്പോൾ മാറ്റി രണ്ടാമത്തെ തട്ടിൽ ഇടുക, അതുപോലെ അത് മാറ്റി മൂന്നാമത്തെ തട്ടിലേക്ക് നമ്മൾ ഇടുമ്പോൾ ആദ്യം ഇട്ട തട്ടിൽ മാലിന്യം മാറി അതെല്ലാം വളമായി തീർന്നിട്ടുണ്ടാകും. അത് നമുക്ക് ഒന്ന് വെയിലത്തിട്ടിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളം വിൽപ്പനയ്ക്ക് ജൈവവളം കൊടുക്കാം. കൃഷിക്കാർക്ക് അത് ഉപയോഗപ്രദമാകും. വീടുകളിൽ ചെടിയുണ്ടെങ്കിൽ അതിലേക്ക് ഇടാം. ബൊക്കാഷി ബക്കറ്റും അതുപോലെ തന്നെയാണ്. നമുക്ക് അടുക്കളയിൽ തന്നെ വെക്കാവുന്നതാണ്. സ്മെല്ലൊന്നും വരാത്ത രീതിയിൽ ബൊക്കാഷി പൗഡർ ഉപയോഗിച്ച്, അത് ഓൺലൈനിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ബൊക്കാഷി പൗഡർ. അപ്പൊ ആ പൗഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മീനിന്റെയും മാംസത്തിന്റെയും വേസ്റ്റുകൾ ഇട്ടാൽ പോലും ഈ ബൊക്കാഷി പൗഡർ നമ്മളൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം, അത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇട്ട് കൊടുത്താൽ 10 ദിവസം കൂടുമ്പോൾ അതിനൊരു ലിക്വിഡ് പോലെ ഒരു വെള്ളം നമുക്ക് കിട്ടും. അത് നമുക്ക് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് ഉപയോഗിക്കാം. പിന്നെ ബാക്കി വരുന്ന ആ വേസ്റ്റ് നമുക്ക് മണ്ണിനോടൊപ്പം കലർത്തി ഉണക്കിയാൽ അതും ജൈവവളമാക്കിയിട്ട് ഹരിതകർമ്മസേനയ്ക്ക് വിൽക്കാൻ കഴിയും, കർഷകർക്ക് കൊടുക്കാൻ കഴിയും. മാലിന്യ നിർമ്മാർജ്ജനത്തോടൊപ്പം തന്നെ കൃഷിക്ക് ആവശ്യമായ ജൈവവളവും ഇതേ രീതിയിൽ ഹരിതകർമ്മസേനയ്ക്ക് നൽകിക്കൊണ്ട് കൃഷി രംഗത്തും വലിയ ഇടപെടലാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ സബ്സിഡികൾ നൽകുന്നതും, അതുപോലെ തന്നെ കൂൺ കൃഷിക്ക് കൃഷിഭവൻ വഴി കൂൺ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയൊക്കെ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. കാർഷിക രംഗത്ത് അത്തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള നൂതനമായ പദ്ധതികളും രീതികളും എന്തെല്ലാമാണ്? നമ്മുടെ കൃഷി 240 ഹെക്ടറാണ് നെൽകൃഷി ഉള്ളത്. ബാക്കി നമുക്ക് കൂൺ കൃഷി, പൂക്കൃഷി, ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത്. കൂൺ കൃഷിക്ക് നമ്മൾ സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. പുതുമ കൂട്ടായ്മയാണ് കൂൺ കൃഷി ചെയ്യുന്നത്. അതൊരു കർഷക സംഘം മുഴുവൻ 21 പേരടങ്ങുന്ന ഒരു സംഘമാണ് കൂൺ കൃഷി ചെയ്യുന്നത്. നല്ല രീതിക്ക് തന്നെ വൻ വിജയകരമായി തന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തു. നമ്മുടെ ഈ കർഷക കൂട്ടായ്മ ട്രെയിനിങ് കൊടുത്ത് മറ്റുള്ള പഞ്ചായത്തുകൾ, തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ കൂടി ഇപ്പൊ കൂൺ കൃഷി നടത്തുന്നുണ്ട്. എല്ലാ മേഖലയിലും വളരെ നല്ല നല്ല രീതിക്കാണ് കൃഷി മേഖലയെ വളരെ നല്ല രീതിക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് പ്രവർത്തനം നടത്തുന്നത്. ഈ കാർഷിക രംഗത്ത് അതിനോട് ചേർത്ത് ചോദിക്കേണ്ട ഒന്നാണ് കൃഷി നാശം. അത്തരത്തിൽ വരൾച്ച ബാധിക്കുകയോ മറ്റ് വന്യമൃഗശല്യമോ അത്തരത്തിൽ എന്തെങ്കിലും ഈ കൃഷിയെ ബാധിക്കുന്നുണ്ടോ? വന്യമൃഗശല്യമുള്ള ഒരു പ്രദേശം, അത്തരത്തിൽ എന്തെങ്കിലും ഉള്ളൊരു പ്രദേശമാണെങ്കിൽ എങ്ങനെയാണ് ഈ വന്യജീവി ശല്യത്തെ പ്രതിരോധിക്കുന്നത്? വന്യജീവികളുടെ ശല്യമുണ്ട്. പന്നിശല്യം നമുക്ക് ഉള്ളത് തന്നെയാണ്. ആ പന്നിശല്യം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈസൻസ് ഉള്ള തോക്ക് ഉപയോഗിക്കുന്നവർക്ക് നമ്മുടെ പഞ്ചായത്തിന് അനുമതി, നമ്മുടെ സ്വത്തിനും ജീവനും ഭീഷണിയുള്ള ശല്യം വരികയാണെങ്കിൽ നമുക്ക് അതിനെ വെടിവെക്കാനുള്ള അനുമതി നമുക്ക് പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോസ്റ്റിന്റെ അനുമതിയോട് തന്നെയാണ് അത് ചെയ്യുന്നത്.
ജലസേചന രംഗത്ത് എങ്ങനെയാണ് ഈ ഒരു കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വരൾച്ചയുള്ള കാലത്ത് അല്ലെങ്കിൽ ജലക്ഷാമം നേരിടുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് ഈ ഒരു ജലസേചന രംഗത്തെ നിലനിർത്തുന്നത്? വെള്ളം എത്തിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക പദ്ധതികൾ വഴി, അല്ലെങ്കിൽ പൊതുകിണറുകളും പൊതു ജലാശയങ്ങൾ സംരക്ഷിക്കുന്ന പദ്ധതികൾ അത്തരത്തിൽ ഏതെങ്കിലും വഴിയാണോ? അത്തരത്തിലുള്ള പദ്ധതികളെ കുറിച്ച് വിശദമാക്കാമോ? നമുക്ക് പൊതുകിണറുകളും പൊതു കടകളും ഉണ്ട് എങ്കിലും നമുക്ക് ഇവിടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം മീങ്കര കനാലിൽ നിന്നും ചുള്ളിയാർ ഡാം, മീങ്കര ഡാമിൽ നിന്നും ചുള്ളിയാർ ഡാമിൽ നിന്നുമാണ് കനാൽ മാർഗമാണ് വരുന്നത്. ആ കനാലുകളെല്ലാം നമ്മൾ വൃത്തിയായി സംരക്ഷിക്കുന്നുണ്ട്. ഇറിഗേഷന്റെ കനാലുകൾ ഇറിഗേഷൻ ചെയ്യും. പഞ്ചായത്തിന്റെ കാടാ കനാലുകൾ പഞ്ചായത്തും വൃത്തിയാക്കി സൂക്ഷിച്ച് കർഷകർക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ചെയ്യും. ആരോഗ്യ രംഗത്ത് ഇത്തരത്തിൽ ക്യാൻസർ പ്രതിരോധ രംഗത്തും ക്യാൻസർ ബോധവൽക്കരണ രംഗത്തും പഞ്ചായത്ത് വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒവേറിയൻ ക്യാൻസറിനുള്ള ഒരു ബോധവൽക്കരണം പഞ്ചായത്ത് പ്രത്യേകമായി തന്നെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിൽ ബോധവൽക്കരണവും ക്യാൻസർ അവബോധവും എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കോഴിക്കോട് MBR ക്യാൻസർ സെന്ററിൽ നിന്നും ഡോക്ടറെ കൊണ്ടുവന്ന് ഇവിടെ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയുണ്ടായി. പിന്നെ നമ്മുടെ ആശാ വർക്കർമാർ 13 വാർഡുകളിലും ആശാ വർക്കർമാർ വീടുകൾ തോറും പോയിട്ട് നമ്മുടെ വീട്ടമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് സ്വയം കണ്ടെത്താൻ കഴിയുന്നതിനുള്ള അവർക്ക് ബോധവൽക്കരണം നടത്തുകയും അതുപോലെ തന്നെ വയറിലുണ്ടാകുന്ന ഗർഭാശയ ക്യാൻസർ നമുക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും അവരോട് സംസാരിച്ച് അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ നമ്മളെ PHSയിലേക്ക് കൊണ്ടുവരികയും അവിടെ ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റുകൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അത് മുഖേന അവർക്ക് ടെസ്റ്റ് നടത്തി അവർക്ക് ഇതിന് വരാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് ഉള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഡിസ്പെൻസറികൾ, ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറികൾ, അതുപോലെ തന്നെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ, അത് കുടുംബാരോഗ്യ കേന്ദ്രമാകാം അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് സെന്റർ ആകാം, അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ സംബന്ധിച്ചുള്ള പ്രവർത്തനം എങ്ങനെയാണ് പഞ്ചായത്ത് കൊണ്ടുപോകുന്നത്? സമയത്തിന് മരുന്നുകളും ആവശ്യത്തിന് ഡോക്ടർമാരെയും ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് മരുന്നുകളും അവിടെ കൃത്യമായിട്ട് വരുന്നവർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ഡോക്ടറും എല്ലാം ഉണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ആയുർവേദ ഡിസ്പെൻസറിയും ഹോമിയോ ഡിസ്പെൻസറിയും ഉള്ളത്. അതുപോലെ തന്നെ സബ് സെന്ററുകൾ 13 വാർഡുകളിൽ സബ് സെന്ററുകളിലും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നേഴ്സുമാരുണ്ടാവുന്നുണ്ട്. അവിടെ വരുന്നവർക്ക് മരുന്ന് കൊടുക്കാനും എല്ലാ സൗകര്യങ്ങളും കൃത്യമായി ചെയ്യുന്നു. വിദ്യാഭ്യാസ രംഗത്തേക്ക് പോവുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകൾക്കും അതുപോലെ തന്നെ പഞ്ചായത്തിന് കീഴിൽ വരുന്ന പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന വിവിധ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുക, അതുപോലെ തന്നെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സഹായം നൽകുക മുതലായ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് എന്തെല്ലാമാണ് നടത്തുന്നത്? നമ്മുടെ പഞ്ചായത്തിന്റെ അധീനതയിൽ വരുന്നത് 3 LP സ്കൂളുകളാണ്. അപ്പൊ LP സ്കൂളുകളിലെ കുട്ടികൾക്ക് നമ്മൾ ഇപ്പൊ നല്ല രീതിക്ക് തന്നെ ആ സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ കുടിവെള്ളം, ടോയ്ലറ്റുകൾ എല്ലാം നമ്മൾ പണിതിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുറ്റം ഇന്റർലോക്ക് ചെയ്ത് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, അതുപോലെ മേശ, ചെയർ എന്നുള്ള പഠനോപകരണങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. SC വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന അതുപോലെ 10, 9 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനമുറി നമ്മൾ അതിനുവേണ്ടി 2 ലക്ഷം രൂപ ഓരോ കുട്ടികൾക്ക് 2 ലക്ഷം രൂപ SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 2 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് പഠനമുറികൾ കെട്ടാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അംഗനവാടികൾ വഴിയുള്ള പ്രവർത്തനങ്ങൾ അതും കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് കൗമാരക്കാർക്കും അതുപോലെ തന്നെ നവജാത ശിശുക്കൾക്കും ശിശു സംരക്ഷണ രംഗത്തുമെല്ലാം അംഗനവാടികൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. ആ രീതിയിൽ അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, പോഷകാഹാരങ്ങളുടെ വിതരണം, അതുപോലെ തന്നെ വൈറ്റമിൻ ഗുളികകളടക്കം കൗമാരക്കാർക്കായി നൽകുന്ന അയൺ ഗുളികകളടക്കമുള്ളവയുടെ വിതരണം, അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ അംഗനവാടികൾ വഴി സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ അംഗനവാടികളെ സ്മാർട്ട് അംഗനവാടികളാക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ എത്രത്തോളം വരെയായി? ഇപ്പൊ നമ്മള് ഒരു അംഗനവാടിയാണ് സ്മാർട്ട് അംഗനവാടി ആക്കിയിട്ടുള്ളത്. മറ്റുള്ള അംഗനവാടി സ്മാർട്ട് അല്ലെങ്കിൽ കൂടി സ്മാർട്ടായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ കിട്ടുന്ന ഫണ്ട് ഏകദേശം ഒരു വൻ തുകയാണ് ഉപയോഗിച്ചുകൊണ്ടാണ് നവജാത ശിശുക്കൾക്കുള്ള
പോഷകാഹാരം, അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള പോഷകാഹാരം, ഗർഭിണികൾക്ക്, കൗമാരപ്രായക്കാർക്ക് എന്നിങ്ങനെ എല്ലാവർക്കും പോഷകാഹാരങ്ങൾ നൽകിക്കൊണ്ട് നല്ല രീതിക്ക് തന്നെയാണ് നമ്മുടെ അംഗനവാടികളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നല്ല നല്ല കുടിവെള്ളം എല്ലാവർക്കും പ്യൂരിഫൈഡ് ആയ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അംഗനവാടികൾക്ക് കളിക്കാനുള്ള കളി ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്കുള്ള കളർ പെയിന്റിങ്ങുകൾ, അങ്ങനെ എല്ലാ മെച്ചപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. പഞ്ചായത്തിന്റെ ഭവന നിർമ്മാണ പദ്ധതികൾ ലൈഫ് മിഷനും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനയിലും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഭവനരഹിതർക്ക് ഇത്തരത്തിൽ താമസ സ്ഥലം ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ എത്രത്തോളം അല്ലെങ്കിൽ എത്ര ശതമാനത്തോളം പൂർത്തീകരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്? അർഹരായ ആളുകളെ കണ്ടെത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ എത്ര ശതമാനത്തോളം പൂർത്തീകരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്? നമുക്കൊരു 65% സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും കുറെ ആൾക്കാർക്ക് സ്ഥലം ഇല്ലാത്തവരായതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. സ്ഥലത്തിനും കൂടി ഞങ്ങൾ ഫണ്ട് വെക്കുന്നുണ്ട്. ഫണ്ട് വെച്ച് ഇനി വരും സ്ഥലങ്ങളിൽ അതുകൂടി ചെയ്യും. ഇപ്പൊ ലൈഫ് മിഷനിലും അതുപോലെ പ്രധാനമന്ത്രി ആവാസ് യോജനയിലും 150 കൂടുതൽ ആളുകൾക്ക് നമ്മൾ വീട് പണിത് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിന്റെ മൊത്തമായുള്ള അടിസ്ഥാന സൗകര്യ വികസനം, പഞ്ചായത്ത് റോഡുകൾ അതുപോലെ തന്നെ ഓടകളും കാനകളും ശുചിയാക്കുന്നതും ഓടകളും കാനകളും കൃത്യമായി സംരക്ഷിക്കുന്നതും അതുപോലെ തന്നെ പൊതു കളിസ്ഥലങ്ങൾ, പഞ്ചായത്ത് ഗ്രൗണ്ടുകൾ, അത്തരത്തിലുള്ള മൈതാനങ്ങൾ, അത്തരത്തിൽ പഞ്ചായത്തിന്റെ മൊത്തമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൽ എത്രമാത്രം പുരോഗതി കൈവരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡിന്റെ എല്ലാം കൃത്യമായ സംരക്ഷണം കാലാകാലങ്ങളായി കൊണ്ട് തന്നെ കാലാനുസൃതമായി സംരക്ഷിക്കുന്നതിന് മഴക്കാലത്തിനെല്ലാം മുൻപായി അതിനുവേണ്ട പ്രവർത്തികളെല്ലാം എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള സംരക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും കൃത്യമായി തന്നെ നടന്നു പോരുന്നുണ്ടോ? കൃത്യമായി നടക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു 90% കുമാരൻ പഞ്ചായത്തിലെ റോഡുകൾ മെയിൻ്റനൻസുകൾ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പുതിയതായിട്ട് വരുന്ന ഓരോ കോളനികൾ ഉണ്ടാകുമ്പോൾ അവിടെ റോഡുകൾ ആവശ്യം വരുമ്പോൾ അങ്ങനെയുള്ള കോളനികൾക്കുള്ള റോഡുകളാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ നിലവിലുള്ള അവിടെ ഭാഗങ്ങളെല്ലാം നല്ല രീതിക്കുള്ള റോഡുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഈ 4 വർഷ കാലയളവിൽ ഒരുപാട് വലിയ വിജയം ഞങ്ങൾക്ക് അതിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റോഡുകളുടെ കാര്യങ്ങളിൽ ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള വരുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് 13 വാർഡുകളിലും നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തത്. കാടകളും തോടുകളും എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. NRBC ഫണ്ട് ഉപയോഗിച്ചും വൃത്തിയായി ചെയ്യുന്നു. ഈ വർഷക്കാലയളവിലെല്ലാം തന്നെ എല്ലാ രംഗങ്ങളിലും വിദ്യാഭ്യാസം, ആരോഗ്യം, കാർഷികം, അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജന മേഖലയായാലും എല്ലാ രംഗങ്ങളിലും കൃത്യമായ പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ഒരു കാലത്തേക്ക് അല്ലെങ്കിൽ ഭാവിയിലേക്കായി കരുതി വെച്ചിട്ടുള്ള പദ്ധതികൾ, സ്വപ്ന പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടാകുമല്ലോ. അത്തരത്തിൽ പഞ്ചായത്ത് ഇനി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ അതെന്തെല്ലാമാണ്? അത് ഞങ്ങള് കുറച്ചധികം കൂടുതൽ സ്ഥലങ്ങൾ വാങ്ങിക്കൊണ്ട്, ഇപ്പോ സ്ഥലമില്ലാതെ കുറച്ച് ആൾക്കാർ നമ്മുടെ പട്ടികയിൽ നിൽക്കുന്നുണ്ട്. അവർക്കെല്ലാം പറ്റുന്ന ഒരു 50ഓളം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് പണിയാനാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇനി വരുന്ന ഭരണസമിതിയിലേക്ക് ഞങ്ങൾ അതാണ് വലിയൊരു പ്രൊജക്റ്റ് ആയിട്ട് വെക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് പഞ്ചായത്തിന്റെ രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട്. അത് പണ്ട് കാലങ്ങളിൽ പണിതത് കൊണ്ട് അത് ചെറുതാണ്. അതൊന്ന് പുതുക്കി പണിഞ്ഞ് അതൊരു വലിയ ഒരു സംരംഭമാക്കി ഒരു ഹൈടെക് മോഡലുള്ള കല്യാണ മണ്ഡപം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശരി, ശ്രീ സുധീറ, വിവിധ പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. പാലക്കാട് ജില്ലയിലെ പുതുനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് സുധീറ ഇസ്മായിലാണ് ഇപ്പോൾ വികസന പദ്ധതികൾ പങ്കുവച്ചത്. നന്ദി സുധീറ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.